ഈ പുഴയും കടന്ന് പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയും വിനീതും പ്ലാൻ ചെയ്ത പ്രകാരം ദാസനുമായിട്ട് വഴക്കുണ്ടാവുകയും ദാസൻ്റെ കഴുത്ത് പിടിച്ച് ഒടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിനീത്. അവസാനം ഒരു രക്ഷയില്ലാതെ ഗീത ദാസനും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വിനീതിൻ്റെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി അവരവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ പോകാൻ നേരത്ത് മോള് വന്ന് സുജാതയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ സുജാത പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചിട്ട് പോകാം, മോള് വിശന്നിരിക്കല്ലേ എന്ന് പറയുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഗീതയാണെങ്കിൽ കുഞ്ഞിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാണെന്ന് കരയുമ്പോൾ നീ കുഞ്ഞിനെ കരയിപ്പിക്കാതെ എന്ന് പറയുകയാണ്. ഇതെൻ്റെ കുഞ്ഞാണ്, ചിലപ്പോൾ ഞാൻ അടിക്കും കരയിപ്പിക്കും പലതും ചെയ്യും. അപ്പോൾ ഗീതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സുജാതയും കൂടെ പ്ലാൻ ചെയ്ത പ്രകാരമാണ് വിനീത് വന്നതും ദാസനിട്ട് കൊടുത്തതാണെന്നൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഗീതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വർണ്ണമ്മയുടെ അടിയും കിട്ടുമെന്ന് അവർക്കറിയാം. അങ്ങനെ ആഹാരമൊന്നും കഴിക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും അവർ ദാസനും ഗീതയും വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത്രയ്ക്ക് അടി കൊടുത്തിട്ടുണ്ട് വിനീത്. അതിനുശേഷം സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മുടെ ഗംഗയും വിനീതുമായിട്ട് സുജാത കഴിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഗംഗയുടെയും വിനീതിനോടെയും ചെയ്ത കാര്യങ്ങളൊക്കെ സുജാത ഇങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട്. ഇനി ഗംഗയെ ശപിച്ച നാക്കുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സുജാത. ഉമ്മയൊക്കെ കൊടുത്ത് അവർ മൂന്നുപേരും ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കണം. ഈ സമയത്ത് കാവേരിയാണെങ്കിൽ വീട്ടിലിരുന്ന് ജയബാലൻ വാങ്ങിച്ച ആ ഭൂമിയുടെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം അച്ചമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ, ദൈവഹിതം അനുഭവിക്കുക തന്നെ എന്ന് പറയാണ്. അപ്പം കാവേരി പറയുന്നുണ്ട്, അച്ചമ്മേ ഇത് കലിയുഗമാണ്, എല്ലാത്തിനും ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അസുര ജന്മങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വധിക്കാൻ വേണ്ടി ദൈവം അവതാരം എടുക്കുമെന്നൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യും. അരവിന്ദിനെ ജയബാലൻ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാവേരി തന്നെ പകരം ചോദിക്കുമെന്നും പറഞ്ഞ് ദേഷിച്ചിരിക്കുകയാണ് കാവേരി. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.